ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം വട്ടയപ്പമാണ്. അപ്പം വട്ടയപ്പത്തിന് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞങ്ങൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ്. 11:30 ഇനിയിപ്പോൾ ഞാൻ ഈ മാവ് തേങ്ങാ വെള്ളം ഒഴിച്ച് കുഴച്ചവിടോട്ട് വെച്ച് ഒരു തേങ്ങാ വെള്ളവും ഇച്ചിരി ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർക്കണം. എന്നിട്ട് കുതിരാനായിട്ട് വെക്കണം. ഇതിപ്പോൾ അരിച്ചെടുത്ത മാവ് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്ന തേങ്ങയുടെ വെള്ളമുണ്ട്, നല്ലോണം തേങ്ങയുടെ വെള്ളം, ആ വെള്ളവും ശകലം പഞ്ചസാരയും കൂടി ചേർത്ത് ഇപ്പോൾ ഒന്ന് കുഴച്ച് വെക്കും. കലക്കരുത്, കുഴച്ച് വെക്കണം. എന്നിട്ട് കലക്കാൻ നേരം ഇച്ചിരി ഈസ്റ്റ് നമ്മൾ കലക്കി അതും ചേർത്ത് വെക്കണം, പഞ്ചസാര ഈസ്റ്റും കൂടെ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇപ്പം വെള്ളം ഒഴിച്ച് വെക്കുക. രാത്രി ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ട് കലക്കി അതും കൂടെ കുഴച്ചേ വെക്കാവൂ. ആകത്തില്ല. അത് കഴിഞ്ഞ് തേങ്ങ അരച്ചതിൻ്റെ നടുക്കോട്ടിടുക. രാവിലെ പുഴുങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മളെടുത്ത് കലക്കി കോരി ഒഴിച്ച് പുഴുങ്ങുക. ഇപ്പോൾ പൊടി അരിച്ചെടുക്കുന്നതേ ഉള്ളൂ. അരച്ച് കഴിഞ്ഞ് കപ്പിയെല്ലാം കാച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുഴച്ച് വെക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് പൊടിപ്പിച്ച് കൊണ്ടുവന്ന അരി ആ മില്ലിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിന് ചിലപ്പോൾ അരിയോ ചെറിയ എന്തെങ്കിലും പൊടിയെല്ലാം കാണും. അരച്ചെടുത്തിട്ട് അത് കിട്ടുന്ന തരി കൊണ്ട് കപ്പി കാച്ചി എടുക്കുക. അപ്പോൾ പിന്നെ ചോറൊന്നും അരയ്ക്കണ്ട, കപ്പി കാച്ചിയാൽ മാത്രം മതി. അങ്ങനെയാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്തിട്ട് ഈ തരിയെല്ലാം കപ്പിയും കാച്ചും. മറ്റേതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങ വെള്ളം ഒഴിച്ച് ഇപ്പോഴേ കുഴച്ച് വെക്കണം. അപ്പോൾ അതിനകത്ത് ഇച്ചിരി തരി കാണും. ആ തരി നമ്മൾ അരിച്ചെടുത്തിട്ട് അത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കും. വേവിച്ചെന്ന് വെച്ചാൽ കുറുകിയെടുക്കും. കുറുകി ഇതിൻ്റെ അകത്ത് ചേർക്കുക. കപ്പി കാച്ചുക എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് കപ്പി കാച്ചുക എന്തോന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ അരിച്ചെടുത്തിട്ട് തരി അങ്ങോട്ട് ഇട്ട് അതൊന്നൊക്കെ വെള്ളം അത് കലക്കി തിളപ്പിച്ചെടുക്കും. അതാണ് കപ്പി. ഇതിപ്പോൾ 2 കിലോ അരി പൊടിപ്പിച്ചെടുത്ത് പള്ളിയിൽ 2 കിലോ അപ്പം കൊടുക്കണം. പിന്നെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് ഓരോ കിണ്ണോ അപ്പം. ഇതിപ്പം 2 കിലോ അരി ഞാൻ പൊടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. 2 കിണ്ണോ അപ്പം പള്ളിയിൽ കൊടുക്കണം. പിന്നെ അപ്പുറം ഇപ്പുറം 2-3 വീട്ടുകാരുണ്ട്, അവർക്ക് ഓരോ കിണ്ണം വീതം കൊടുക്കണം. അതുകൊണ്ടാണ് ഈ 2 കിലോ അരി ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ ഇപ്പോൾ 2 പേരുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നാഴി അരി ഒരു തേങ്ങയും ചേർത്ത് അരച്ച് എടുത്തിട്ട് ഒരു ശകലം ചോറ് അരച്ചാൽ മതി. കപ്പി കാച്ചണമെന്നില്ല. അത് ഒന്നിച്ച് നമ്മൾ അരച്ചെടുക്കും. പൊടിമേൽ അരിപ്പൊടി ആണെങ്കിൽ നാഴി അരിപ്പൊടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തേങ്ങയും കൂടെ അരച്ച് അതിന് കപ്പി കാച്ചി ചേർക്കണം. അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള അപ്പം 2 കിണ്ണപ്പം പുഴുങ്ങാം 2 പേർക്ക് മാത്രമുള്ള വീട്ടിൽ. ഞാനിപ്പോൾ അത് അരിച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് അരി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ശകലം മാവ് എടുത്ത് കപ്പി കാച്ചാൻ പോവുകയാണ്. അത് പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ഈ പൊടി അരിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് അരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ അരി ഇട്ട് കുറിക്കാൻ ഇടയ്ക്ക് കടിക്കും. അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ച് ഇതൊന്നൊരു തവി പൊടി എടുത്തിട്ട് കപ്പി കാച്ചാനുള്ള വെള്ളം ഒഴിച്ച് കാച്ചാൻ പോവുകയാണ്. മറ്റേ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അരയ്ക്കാം. അത് ഒരു തവി പൊടി ഞാൻ ഈ തവിക്ക് വലിയ തവിയാണ്, ഇതിന് ഒരു തവി പൊടി എടുത്തിട്ടുണ്ട് കപ്പി കാച്ചാൻ വേണ്ടിയിട്ട്. 1 കപ്പ് വെള്ളവും അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് ഇനി അടുത്തതിലേക്ക് വെച്ചതൊന്ന് തിളപ്പിച്ച് കപ്പി കാച്ചി വെച്ചു. ഇതാണ് കപ്പി കാച്ചുന്നത്. ഇത്രയും മതി. തേങ്ങയുടെ ചകിരിപ്പൊടിയെല്ലാം വരച്ച് കളഞ്ഞിട്ട് വേണം ഇത് പൊട്ടിക്കാൻ. ഇത് ഒറ്റയടിക്ക് പൊട്ടണം. ചിലത് ഒറ്റയടിക്ക് പൊട്ടും, ചിലത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ഒറ്റയടിക്ക് ഇത്രയൊക്കെ തന്നെ സൂക്ഷിച്ച് വേണം ഒറ്റയടിക്ക് പൊട്ടിക്കാൻ. കൈ മറ്റും പോകരുത്. ഒറ്റയടിക്ക് കൈ പോയി കിട്ടും. ഒറ്റയടിക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളം
എല്ലാം താഴെ പോകും. ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുത്താൽ വെള്ളം പോകാതെ കിട്ടും. തേങ്ങ വെള്ളമാണ് ഇത്. അരിച്ചൊഴിച്ച് മാവൊന്ന് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പത്തിന് ടേസ്റ്റ് ആവും. മതി, ഇപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കി കപ്പി കാച്ചിട്ട് ഇളക്കി വെക്കാം. ഇത് കപ്പി കാച്ചാൻ പോവാണ്. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവും വെള്ളമാണ്. ഇതിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇരിക്കണം. നല്ല ഇതായിട്ടുണ്ട്. ഇപ്പം തന്നെ അടുക്കി പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല തിളച്ച് വരുമ്പോൾ നിർത്തണം. നേരം കട്ടിയായിപ്പോകും, അല്ലെങ്കിൽ അടി മാത്രം കട്ടിയാകും, മറ്റേത് വെള്ളം പോലെ കിടക്കും. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് അടിയിലത്തേത് കട്ടിയാകും, മേളത്തേത് വെള്ളവും പോലെ. അങ്ങനെയല്ല, ഇതിങ്ങനെ കുറി വരണം. നല്ല തീ അങ്ങോട്ട് വരുമ്പോഴേ കുറി. പഞ്ചസാരയും കൂടിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കലക്കണം. അങ്ങോട്ട് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഈസ്റ്റ് അപ്പോഴത്തേക്ക് ആക്റ്റീവ് ആവും. ചെറിയ ചൂടാകുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ അടിക്കണം അങ്ങോട്ട്. ഇതിനകത്തിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ അടിച്ച് അതിനകത്തോട്ട് വെച്ച് തേങ്ങയും കൂടി വെച്ച് കലക്കി വെക്കാൻ പോവുകയാണ്. തേങ്ങ ഇടാൻ പോകും. അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇങ്ങോട്ടിട്ട് ഇളക്കണം. തേങ്ങ മുമ്പേ അരച്ച് വെച്ചായിരുന്നത് ഇപ്പം ചേർക്കുകയാണത്. ഇനി അപ്പം പിഴുങ്ങാൻ നേരം ഇളക്കിയെടുക്കും. പഞ്ചസാര വേറെ നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറേ കലക്കി ചേർക്കണം. മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച്. അങ്ങനെ ഇത് പരുവത്തിന് ഇങ്ങനെ പഞ്ചസാരയ്ക്ക് വരും ചിലത് ശർക്കര വേണേലും ചേർക്കാം. ശർക്കരയ്ക്കകത്ത് ചിലപ്പോൾ കല്ല് മണ്ണലൊക്കെ കാണും. അതുകൊണ്ട് അരിച്ചെടുത്ത് വേണം, ശർക്കര പാനിയാക്കിയിട്ട് വേണം ഒഴിക്കാൻ. പഞ്ചസാരയാകുമ്പോൾ അങ്ങനെ പേടിക്കണ്ടല്ലോ. അത് തന്നെയല്ലേ ഞങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടം. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടുക. ഓൾറെഡി തേങ്ങയും ഇട്ടിട്ടുണ്ട്, അരിയും ഷുഗറാണ്, പിന്നെ പഞ്ചസാരയൊക്കെ കണക്കൊക്കെ നോക്കിയിടുക. 2 കിലോ അരിയിൽ 2 കിലോ അരിയും 5 തേങ്ങയും കൂടെ ആയതുകൊണ്ട് ക്വാണ്ടിറ്റി ഒരുപാടുണ്ടാവും. ഇത് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ പൊങ്ങി വരും. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് നിറഞ്ഞ് തൂവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിനെ 2 ആക്കി 2 പാത്രങ്ങളിലാക്കിയാണ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കൊരു പാത്രത്തിനകത്ത് വെക്കുക. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനും ഉണ്ട്, പള്ളിയിലത്തേക്കും വേണം, പിന്നെ ഞങ്ങൾക്കും വേണം. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം നമുക്കിത് വെക്കാം ഓവർനൈറ്റ്, എന്നിട്ട് നാളെ രാവിലെ തുറക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ മാവ് ഇന്നലെ ആട്ടി വെച്ച മാവാണ്. അതിപ്പോൾ അപ്പം പുഴുങ്ങാൻ പോവാണ്. അതിൻ്റെ അകത്ത് ഒരു ശകലം ജീരകപ്പൊടിയും 2 ഏലക്കായും കൂടെ പൊടിച്ച് അതിനകത്ത് ഇടാം. ഒരു മണമൊക്കെ കിട്ടും. മണം കിട്ടാനും 2 ഏലക്കായും കൂടെ പൊടിച്ച് ഇതിനകത്ത് ഇടുക. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. മധുരം നമ്മുടെ ആവശ്യത്തിന് ഇടുക. ശർക്കര വേണ്ടിയവർക്ക് ശർക്കര, പഞ്ചസാര വേണ്ടിയവർക്ക് പഞ്ചസാര. ഏലക്കയുടെ തൊലി ഇടണ്ട. ഏലക്ക നന്നായിട്ട് പൊടിച്ച് എടുക്കുക. അപ്പോൾ നല്ല കളറാകും. ഇനി ഇത് അടുപ്പയിലോട്ട് ഒരു പാത്രം വെച്ച് ഇച്ചിരി നെയ്യ് അങ്ങോട്ട്, ഞാൻ നെയ്യ് തൂത്ത് വെച്ചിരിക്കുക ചൂടാകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തോട്ട് മാവ് ഒഴിക്കുക. നമ്മളിപ്പോൾ ഇഡ്ഡലി കുട്ടകത്തിനകത്താണെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തു.